സംസ്ഥാനത്തെ ലഹരി വ്യാപനവും കുറ്റകൃത്യങ്ങളുടെ വർധനയും നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. ലഹരി വ്യാപനത്തിൽ അടിയന്തര പ്രമേയ ചർച്ച ഇപ്പോൾ തുടരുകയാണ്. ലഹരിയുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന കൊലപാതകങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ലഹരി വ്യാപനം എക്സൈസ് വകുപ്പ് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നും അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് നൽകിയ PC വിഷ്ണുനാഥ് പറഞ്ഞു. ലഹരി മനസ്സുകളെ കീഴടക്കുന്ന ഒരു കാലമാണ്. ലഹരി സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്തും ചവിട്ടിയും കൊല്ലുന്ന മക്കളെ സൃഷ്ടിക്കുന്ന കാലമാണ്. സാർ, താമരശ്ശേരിയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു തലമുറയുടെ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന വൈറസായി ലഹരി മാറുകയാണ്. സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം മൂലം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ കയ്യിൽ കൃത്യമായ ഒരു കണക്കില്ല. ലഹരി കുടത്തിൽ നിന്ന് പുറത്തു വന്ന ഭൂതം കേരളത്തെ വരിഞ്ഞു മുറുകയാണ്. സർക്കാരിന് ഇതിനകത്ത് എന്തെങ്കിലും പഠനമുണ്ടോ സാർ? രാസലഹരിയുടെ ചുഴിയിൽപ്പെട്ട് ജീവിതം സഹജീവിയെ പോലും കൊല്ലാൻ മടിയില്ലാതായ ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരികയാണ് സാർ. സാർ, നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും ഒരു തലമുറ നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോവുകയാണെന്നുള്ള ബോധ്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. തത്സമയം ഒരു സ്ഥലത്തും നമുക്ക് തടയാൻ കഴിയുന്നില്ല, ഒരു സ്ഥലത്തും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഈ പിടിക്കുന്നതും യഥാർത്ഥത്തിലുള്ള ക്വാണ്ടിറ്റിയും തമ്മിലൊരു കമ്പാരിസൺ ഇല്ല. കുറെ പിടിക്കുന്നത് ഒറ്റിയിട്ടാണ്. ഇവർ തമ്മിലുള്ള വഴക്കിന്റെ ഭാഗമായിട്ട് ഒറ്റി കൊടുക്കുമ്പോഴാണ് കുറെ പിടിക്കുന്നത്, അല്ലാതെ പിടിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ കണ്ണികളാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞു മാഫിയുണ്ട്. ഇതൊരു അന്താരാഷ്ട്ര പ്രതിഭാസം ആണെന്നുള്ള കൺക്ലൂഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ബഹുമാനപ്പെട്ട മെമ്പർ സുമേഷിന്റെ ഒരു കൗശലപൂർവമായ പ്രയോഗമാണ് അന്താരാഷ്ട്ര പ്രതിഭാസം. അതൊന്നുമല്ല. നമുക്കിവിടെ ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റണ്ടേ? കേരളത്തിലെ നമ്മുടെ യുവത്വത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാഫിയെ പുറത്തു കൊണ്ടുവരേണ്ട ചുമതല ആർക്കാ ചുമതല? ആരാണത് ചെയ്യുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ 2022 ഞങ്ങൾ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കൊണ്ടുവന്നു. അന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ടു. ഞങ്ങളെല്ലാം മറന്ന് ഞങ്ങൾ എല്ലാ കാര്യത്തിലും പൂർണ്ണമായ പിന്തുണ. അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, ഇതിന്റെ ചർച്ചയ്ക്കൊടുവിൽ എക്സൈസ് മന്ത്രി സംസാരിക്കുമെന്നാണല്ലോ നമ്മൾ കരുതുന്നത്. ഈ ഉയർന്ന ആരോപണങ്ങളിൽ, പ്രതിപക്ഷം ഉയർത്തിയ പ്രശ്നങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ, ചില നടപടികൾ പ്രതീക്ഷിക്കാമോ ഈ ചർച്ചയ്ക്കൊടുവിൽ? വിജയകുമാർ, സംസ്ഥാനത്തെ ലഹരി ഉപയോഗം, ഈ ലഹരി മൂലമുണ്ടാകുന്ന അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ഈ വിഷയങ്ങളാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് PC വിഷ്ണുനാഥ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അതിന്മേലാണ് സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. മന്ത്രി MP രാജേഷ് തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നറിയിക്കുകയായിരുന്നു. 12 മണിക്ക് തുടർന്ന് ചർച്ചയ്ക്ക് സമയം അനുവദിച്ചു. അതിൽ PC വിഷ്ണുനാഥ് ഈ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുണ്ടായ ഈ ലഹരി ആക്രമണ കേസുകൾ, കൊലപാതകങ്ങൾ, അതൊക്കെ ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹം ഈ വിഷയം സഭയിൽ ഉന്നയിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രാമങ്ങളിൽ പോലും ലഹരി വസ്തുക്കൾ യഥേഷ്ടം ലഭിക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. ലഹരിയുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന കൊലപാതകങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി കേരളത്തിലേക്ക് ഒഴുകുകയാണ്. ആ കണ്ണികൾ മുറിക്കാൻ കഴിയണം. സൂക്ഷ്മവും ജാഗ്രതയും ഓടെയുള്ള നിരീക്ഷണവും അതുപോലെ പരിശോധനയും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് തടയിടാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാർത്ഥികൾ കാരിയർമാരായി മാറുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കണം തുടങ്ങിയ കാര്യങ്ങൾ PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. തുടർന്ന് ഭരണപക്ഷ MLA മാരും അദ്ദേഹം ഉയർത്തിയ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച ഈ ആവശ്യത്തെ അത് അനുകൂലിക്കുകയായിരുന്നു. ആ വിഷയം സഭയിൽ എത്തിച്ചതിന് പ്രതിപക്ഷത്തെ അഭിനന്ദിക്കുന്നു എന്നാണ് ഭരണപക്ഷ MLA മാർ പരമാവധി പേരും ഈ ചർച്ചയിൽ പങ്കെടുത്ത പരമാവധി പേരും പറഞ്ഞത്. പക്ഷേ അതേസമയം ചില MLA മാർ എക്സൈസ് വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്ന ഈ പ്രതിപക്ഷ MLA മാരുടെ വാദം അത് തള്ളുന്ന സാഹചര്യമുണ്ടായി. അവർ പറയുന്നത് എക്സൈസ് വകുപ്പും മന്ത്രിയും കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടി ജാഗ്രതയോടെയുള്ള ഇടപെടൽ ആവശ്യമാണ്. അതിന് ആധുനിക വൽക്കരണം പോലുള്ള സംവിധാനങ്ങളിലേക്ക് കടക്കണം, അത്തരം പ്രതിരോധ നടപടികളിലേക്ക് കടക്കണമെന്നാണ് അല്പം മുമ്പ് പോലും KV സുമേഷ് MLA അടക്കമുള്ളവർ പറയുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ ചർച്ചയുടെ ഭാഗമാകുന്നു. അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. ഏറ്റവും അപകടകരമായ രീതിയിലേക്കാണ് കേരളം പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറുന്നു. സംസ്ഥാന സർക്കാരും അതുപോലെ വകുപ്പും ഇതിന് തടയിടാൻ, പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും നടത്തുന്നില്ല. പ്രതിപക്ഷം കൃത്യമായ ഇടപെടലുകളിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നതാണ്. ലഹരി വ്യാപനത്തിൻ്റെ തോത് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി പ്രതിപക്ഷം ഉയർത്തുന്നെങ്കിലും സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാണ് VD സതീശൻ വിമർശിക്കുന്നത്. ഇതിനുശേഷം എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ മറുപടി ഉണ്ടാകും ഇത് സംബന്ധിച്ച്. 2 മണിക്കൂർ ചർച്ചയാണ് ഈ വിഷയത്തിൽ നിയമസഭയിൽ നടക്കുന്നത്. ചർച്ചയ്ക്കൊടുവിൽ എക്സൈസ് മന്ത്രി അതിൽ സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിലേത് പ്രഖ്യാപിക്കുകയും ചെയ്യും നിയമസഭയിൽ തന്നെ. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.